എൻ്റെ ഉപ്പയും ഗൾഫിലായെന്ന് പറയാൻ ഏത് മക്കൾക്കും ഇഷ്ടമാണ്. എന്നാൽ അതിനു പിന്നിലുള്ള നൊമ്പരം, വേദന അതൊക്കെ വളരെ വലുതാണ്. ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും കുടുംബത്തെ പിരിഞ്ഞു ജീവിക്കേണ്ടി വരുന്നവരാണ് പ്രവാസികൾ. വീടിനും വീട്ടുകാർക്കും വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തി മണലാരണ്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരാണ് ഒട്ടുമിക്ക പ്രവാസികളും. അത്തരത്തിലുള്ള നിരവധി പേരുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആ ദാരുണമായ അപകടം നടന്നത്. സംഭവത്തിൽ മരണമടഞ്ഞ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമും അത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. വിവാഹത്തിന് നാളുകൾ എണ്ണിക്കഴിയവേ സ്റ്റെഫിന് സംഭവിച്ചതറിഞ്ഞ് വിതുമ്പിക്കരയുകയാണ് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് വേണ്ടിയാണ് സ്റ്റെഫിൻ അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരുന്നത്. നിലവിൽ സ്റ്റെഫിന്റെ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം നിറവേറ്റാനായിരുന്നു സ്റ്റെഫിൻ കുവൈത്തിലേക്ക് ചേക്കേറിയത്. അതിന്റെ പടിവാതിൽക്കൽ നിൽക്കെയാണ് യുവാവിനെ മരണം തട്ടിയെടുത്തത്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷം സ്റ്റെഫിന്റെ വിവാഹം നടത്താനായിരുന്നു കുടുംബം തീരുമാനിച്ചിരുന്നത്. വിവാഹം ഉറപ്പിച്ച് നാളുകൾ എണ്ണി കഴിയുകയായിരുന്നു ഇവർ. അതിനിടയിലാണ് ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് ദുരന്ത വാർത്തയെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പോലും സ്റ്റെഫിൻ അമ്മയെ വിളിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അതുപോലെ സംഭവത്തിൽ മരണമടഞ്ഞ ചാവക്കാട് സ്വദേശിയായ ബിനോയ് വെറും 4 ദിവസങ്ങൾക്ക് മുൻപാണ് മരണം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയത്. പുലർച്ചെ 2 മണിവരെയും ബിനോയ് ഓൺലൈനിലുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പുതിയൊരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ബിനോയും ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതുപോലെ ഓരോരോ സ്വപ്നങ്ങളുമായി പ്രവാസം തിരഞ്ഞെടുത്ത നിരവധി ജീവനുകളെയാണ് ആ തീഗോളം വിഴുങ്ങിയത്. കുവൈത്തിലെ മാങ്കഫിലെ ലേബർ ക്യാമ്പിൽ നടന്ന തീപിടുത്തത്തിൽ മരണപ്പെട്ടത് 49 പേരാണ്. ഇതുവരെ 14 മലയാളികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 30ഓളം മലയാളികൾ ചികിത്സയിലും കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:05 ഈജിപ്ഷ്യൻ പൗരനായ സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമിൽ നിന്നാണ് ആദ്യമായി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത്. തുടർന്ന് ആ തീ മറ്റു മുറികളിലേക്ക് വ്യാപിച്ചതോടെ അവിടെയുള്ള ഗ്യാസ് സിലിണ്ടറും പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് താഴത്തെ നിലയിൽ മുഴുവനായും തീ പടർന്നു പിടിച്ചു. പിന്നീട് സ്റ്റെയർകേസ് വഴിയാണ് തീ അടുത്ത നിലയിലേക്ക് എത്തുന്നത്. പലരും മരിച്ചു വീണത് ഉറക്കത്തിനിടെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പുറത്തിറങ്ങാൻ പോലും ആകാത്ത വിധം അത്രയ്ക്കും തീ ആളിപ്പടർന്നിരുന്നു. പലരും ജനാലകൾ വഴി കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടാനുള്ള ശ്രമം നടത്തി. അതിനിടെ ബാൽക്കണിയിലും നിലത്തുമൊക്കെ തലയിടിച്ചു വീണ മരിച്ചവരുമുണ്ട്. 195 പേരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. അതിൽ 49 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്.